ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ദുബായിൽ തന്നെ ഞങ്ങൾ പോലും കാണാത്തൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോണത്. അപ്പൊ ഞങ്ങൾ നമ്മൾ ഇന്ന് എവിടേക്ക് പോണെന്ന് അത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് എവിടേക്ക് പോകണമെന്നുണ്ടാ? നമ്മളിന്ന് പോകുന്നത് സത്യം പറഞ്ഞാൽ ഒമാനിലേക്കാണ്. ഈ സ്ഥലം കിടക്കുന്നത് UAE ഉള്ളിലാണ്. അതായത് ഫുജറയുടെ അടുത്തേക്ക് വരും. ഏകദേശം ദുബായിൽ നിന്ന് 125 സംതിങ് കിലോമീറ്ററോളം വരും. അപ്പോൾ ഇന്ന് ഞങ്ങൾ അവിടേക്കാണ് പോകുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ രേഖ പറയും. അപ്പൊ നമ്മൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പുറമത്തെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ പോയിക്കൊണ്ടിരിക്കാൻ പറ്റുന്നത് നമ്മുടെ രണ്ട് സൈഡും ഇതേപോലെ തന്നെ മലകൾ മാത്രമല്ല, വേറെ പ്രത്യേകിച്ചുള്ള കാഴ്ചകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ റോഡിന്റെ പേരാണ് റോഡാണ്. ഇവിടെ രണ്ട് സൈഡ് ഡിസൈഡൊന്നുമില്ല. രണ്ട് സൈഡിലും മലകളാണ്, മലകളാണ്. എന്താ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വഴിയെ പറഞ്ഞു. നമ്മള് പോയിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് കാണുന്നത്. നമ്മുടെ രണ്ട് സൈഡും ഇതേപോലെ തന്നെ വസ്തു മലകൾ മാത്രമുള്ള ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ നമ്മളെ നേരെ ഉള്ള വഴിയുണ്ട്. രണ്ട് സൈഡും ഇതേപോലെ തന്നെ മലകൾ മാത്രം, വേറെ പ്രത്യേകിച്ച് കടകളുണ്ടാക്കി. ഇത് ഷാർജയിൽ നമ്മൾ വരികയാണെങ്കിൽ ബലിഹാർ റോഡ് എന്ന് പറയും. ബലിഹാർ റോഡ് അത് ഗുജറാത്ത് പുറപ്പെടാൻ റോഡ്. രണ്ട് സൈഡിലും മലകളാണ്. ഇവിടെ മറ്റേ ഡിസൈഡൊന്നും ഇല്ല. രണ്ട് സൈഡിലും മലകൾ. ഒരു 10, 20, 30 കിലോമീറ്റർ ഒരു 10 കാണാം. അങ്ങനെയൊക്കെയാണ് ഈ റോഡിന്റെ വിശേഷങ്ങൾ. ബാക്കി വഴിയെ പറയുന്നതായിരിക്കും. ഇത് ഒമാൻ UAE ബോർഡറാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടേക്ക് പോകണമെങ്കിൽ, ഒമാനിലേക്ക് പോകണമെങ്കിൽ പാസ്പോർട്ട് വേണ്ട, വിസ വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ചെറിയ ചെറിയ നമ്മുടെ നാട്ടിൽ കൂടെ പോണ ആ ഒരു പ്രതീതിയാണ് ഈ ഭാഗത്തുള്ളത്. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. ബാക്കി ഉള്ള കാഴ്ചകളൊക്കെ വഴിയെ കാണാം. ഞങ്ങളങ്ങനെ ഫുജറ ക്രോസ് ചെയ്ത് കോർഫഖാൻ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഒമാൻ്റെ ബോർഡറിലേക്ക് എത്തി. ഈ കാണുന്ന സൈൻ ബോർഡ് കണ്ടില്ലേ, മദഹ വെൽക്കം യു. ഇതാണ് ഒമാൻ്റെ ബോർഡർ. ഇത് ഒമാൻ രാജാവിൻ്റെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് പുറത്ത് റോഡ് സൈഡിൽ, കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം പറയാം. അപ്പോൾ നമ്മളിവിടെ സരോജ ഡാമിൻ്റെ അവിടേക്ക് എത്തി. സരോജ ഡാമിൻ്റെ കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ നാട്ടിലത്തെ പോലെ എല്ലാ ഡാമും ഇവിടുത്തെ ചെറിയ ഡാമുകളാണ്. പിന്നെ ഇവിടുത്തെ വെള്ളത്തിന്റെ നിറം ഗ്രീൻ കളറാണ് കേട്ടോ. ഇത് ഒമാന്റെ സ്ഥലമാണ് കേട്ടോ. അറിഞ്ഞില്ലെന്ന് പറയാൻ നേരത്തെ പറഞ്ഞത്. ഞങ്ങൾ ഓൾറെഡി ഒമാനിലാണ്. ഒമാന്റെ സ്ഥലമാണ്. ചെറിയ ചെറിയ എന്താ പറയാ, ഞാൻ പറഞ്ഞത് നേരത്തെ ചെറിയ ചെറിയ ഗ്രാമം പോലെയാണ് ഇവിടെ. അതിന് നേരത്തെ തന്നെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. വേണ്ട, ഇവിടുത്തെ ഡാമാണ്. ശരിക്കും ഇപ്പോൾ സീസൺ അല്ല, അതുകൊണ്ടാണ് ആൾക്കാർ കുറവാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ഹെറിറ്റേജ് വില്ലേജ് ഉണ്ട് ഈ സൈഡിൽ. അത് ഞാൻ കാണിക്കാം, നമുക്ക് വഴിയെ കാണിക്കാം. അവിടെ നമുക്ക് ടെൻ്റ് അടിച്ചൊക്കെ താമസിക്കാം. അവിടെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വഴിയെ നിങ്ങൾക്ക് കാണിക്കാം. ഇത് ഒമാൻ്റെ ഉള്ള ഒരു ചെറിയൊരു വില്ലേജാണ് കേട്ടോ. കണ്ടില്ലേ, ഹെറിറ്റേജ് വില്ലേജ്. ഇവിടെയൊക്കെ ആൾക്കാർക്ക് കൂടെ ടെൻ്റ് അടിക്കാം, താമസിക്കാം. അതേപോലത്തെ ഒരു സ്ഥലമാണിത്. കണ്ടില്ലേ, ഇവിടെ എൻട്രി ഫീസൊക്കെ ഇവിടെ ഒരു മെൻഷൻ ചെയ്തില്ല. ഞാൻ കാണിക്കാം, വഴിയെ കാണിക്കാം. സീസൺ
അങ്ങനെയുള്ള ആൾക്കാർ കുറവാണ് ഇവിടെ. കണ്ടില്ല ഇവിടെ എൻട്രി ഫീസൊക്കെ കറക്റ്റ് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എൻട്രി ഗേറ്റ് 10 ടിക്കറ്റ്, മദ്ഹ വാലി കാറ് 20 ദർഹം, ഒമാൻ റിയാൽ കൊടുക്കുകയാണെങ്കിൽ 2 ഒമാൻ റിയാൽ. ബസ്സിൻ്റെ പ്രൈസ് 50 ദർഹം, അത് ഒമാൻ റിയാലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 5 ദർഹം. അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അടിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം വന്നൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് എല്ലാവരും ഫാമിലിക്കായിട്ട്. അപ്പോൾ ഞങ്ങൾ ഹെറിറ്റേജ് വില്ല എന്നിട്ട് ഇവിടെ പറയാൻ പോവാണ്. വീണ്ടും വന്നു. നമ്മുടെ കുഞ്ഞുമലയിൽ ഇപ്പോഴും കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. നമ്മുടെ കുഞ്ഞുമലകളൊക്കെ കാണുന്നത് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ പോയിക്കൊണ്ടിരിക്കുക. യഥാർത്ഥമായിട്ട് മലയിൽ നമ്മൾ ഒന്നാം രാജാവിൻ്റെ നമ്മൾ പറയുന്ന സ്ഥലത്ത് നമ്മൾ കടന്നു വന്നിട്ട് ആ സ്ഥലത്ത് കടന്നുകൊണ്ട് നമ്മൾ അതിൽ കൊണ്ടാണ് പോയിരിക്കുന്നത് വഴിക്കാരൻ. ഈ പോണ റോഡ് യാസ്ബാസ് ബൈപ്പാസ് റോഡാണ്. എവിടെ ഫുജറന്ന് നമ്മൾ മസാഫിക്ക് പോണ റോഡാണത്. ഫുജറന്ന് മസാഫി. ഇത് ട്രക്കിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള റോഡാണ് യാസ്ബാസ്. ട്രക്ക് റോഡാണത്. കാറുകൾക്ക് പോവാം, പക്ഷെ അതിൽ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് കാറിനോട്ടല്ല അവിടെ നിന്ന്. പക്ഷെ വണ്ടികൾ പോവാറുണ്ട്. ട്രക്കിന് മാത്രം പോകാൻ വെച്ചിട്ടുള്ള റോഡാണ് യാസ്ബാസ്. 2 സൈഡും മലകളാണ്. വലിയ വലിയ മല കണ്ടില്ലേ റോഡ്. ഇവിടെ ട്രക്കിന് 60 കിലോമീറ്റർ സ്പീഡ് അലോഡുള്ളൂ. കണ്ടില്ലേ ക്യാമറ, ആ കാണുന്നതാണ് ക്യാമറ. 60 കിലോമീറ്റർ സ്പീഡ് ട്രക്കിന് അലോഡുള്ളൂ. 61 അപ്പോൾ ക്യാമറ അടിക്കും ഈ പാസ് ചെയ്ത ക്യാമറ. കാരണം ഇത് ഞാൻ സ്ഥിരം പോണ റോഡാണ്. എൻ്റെ സ്ഥിരം റൂട്ട് എന്ന് പറഞ്ഞാൽ ദുബായ്, ഫുജറ. ആഴ്ചയിൽ എന്തായാലും ഒരു 2 ട്രിപ്പ് പോകാറുണ്ട്. അപ്പോൾ ഈ വഴിക്ക് എൻ്റെ വൈഫ് ഈ വഴിക്ക് വന്നിട്ടില്ല. ഈ റോഡ് മറ്റുള്ള റോഡൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് കൂടി കാണിക്കാനാണ് ഈ റോഡ് ഈ റൂട്ട് ഉണ്ട്. കാറ് വളരെ അപൂർവമായിട്ടുള്ള റോഡ് കണ്ടിട്ട് ഒറ്റ കാറ് വരുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനെ കാണിക്കാനും കൂട്ടിയാണ് ഈ റോഡ് ഉണ്ട്. ട്രക്ക് പോകാണ്ടില്ല. ഇതാണ് യാസ്ബാസ് ബൈപ്പാസ്. ഇതിൻ്റെ എന്താ പറയുക കിലോമീറ്റർ എത്രയാണ് കറക്റ്റ്? 10 കിലോമീറ്റർ ആണെന്നോ സംശയം. 10-15 കിലോമീറ്റർ കറക്റ്റ് അത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ ഫുജറ പോണവരൊക്കെ ഈ റൂട്ട് ഒന്ന് ഉപയോഗിച്ചോട്ടെ. കാറ് പോകേണ്ട ഒരു കുഴപ്പമൊന്നുമില്ല. കണ്ട കാറുകൾ പോകേണ്ടത് ട്രക്കിന് മാത്രം പറഞ്ഞിട്ട റോഡാണ്. കാറുകൾ പോകണമുണ്ട്. കാറ് നോട്ടാൽ അവിടെ എവിടെ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഏത് ഭാഗത്തും വെച്ച് ഓർമ്മയില്ല കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു തവണ നമ്മൾ യൂസ് ചെയ്തോളൂ വല്ലപ്പോഴൊക്കെ ഈ ഫുജറ പോകുമ്പോൾ. റോഡിൻ്റെ പേര് യാസ്ബാസ് ബൈപ്പാസ്. ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ടാറ്റാ ബൈ. വീണ്ടും വേറൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതായിരിക്കും.